അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂഹ് അദ്ദേഹത്തിൻ്റെ ആളുകളുമായി ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരും. അല്ലാഹു അദ്ദേഹത്തിനോട് ചോദിക്കും, നൂഹിനോട്, നീ അത് എത്തിച്ചു കൊടുത്തിരുന്നോ? അതായത് ഞാൻ തന്ന സന്ദേശം നീ ഇവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നോ? അദ്ദേഹം പറയും, ഉവ്വ എൻ്റെ രക്ഷിതാവേ. അപ്പോൾ അള്ളാഹു നൂഹിൻ്റെ ആളുകളോട് ചോദിക്കും, നൂഹ് എൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നോ? അവർ പറയും, ഇല്ല, ഞങ്ങളിലേക്ക് പ്രവാചകനേ വന്നിട്ടില്ല. കാരണം പെട്ടുകിടക്കാനുള്ള അവർക്ക് രക്ഷപ്പെടണ്ടേ, എത്തോരും പേരെ വെള്ളത്തിൽ മുക്കി പോകുന്നത്. അപ്പോൾ അവർ വേണ പറയും, ഇല്ല, ഞങ്ങളുടെ ഇടയ്ക്ക് പ്രവാചകനെ വന്നിട്ടില്ല, ഇങ്ങനെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോൾ അള്ളാഹു നൂഹിനോട് ചോദിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നൂഹേ, നിനക്ക് വേണ്ടി ആര് സാക്ഷി പറയും? അതായത് അള്ളാഹു നീതിമാനാണ്, തെളിവ് വേണം, സാക്ഷി വേണം. ഷാഹിദ് മഷ്ഹൂദ് എന്നൊക്കെ പറയുന്നത്, അതായത് ആരെങ്കിലൊക്കെ സാക്ഷി പറയാതെ അള്ളാഹുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അള്ളാഹ് പറയണേ, നൂഹ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നൂഹ് അലൈഹി സ്വലാം പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരും എനിക്ക് വേണ്ടി സാക്ഷി പറയും. അപ്പോൾ ഒരു അത്ഭുതകരമായൊരു അവസ്ഥയാണ് ഈ പറയുന്നത്. കോടാനുകോടി കൊല്ലങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയ നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ നൂഹ് നബി ആയിരുന്നു എന്നും അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നു എന്നും ഇപ്പം ജീവിക്കുന്ന ഈ 1400 കൊല്ലം മുതൽ ലോകാവസാനം വരെയുള്ള ഏതാനും മുസ്ലിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലും പറയും, ഉവ്വ, നൂഹ് അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നു. അത് നൂഹ് നബിക്ക് അറിയാം. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഞാനും എൻ്റെ ആളുകളും എൻ്റെ സമുദായവും അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി നിൽക്കും. എന്നിട്ട് പറയും, അള്ളാഹുവിൻ്റെ സന്ദേശം അവർക്ക് അദ്ദേഹം എത്തിച്ചു കൊടുത്തിരുന്നു. അതായത് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, അള്ളാഹു ജല്ല ദിക്റുഹുവിൻ്റെ വചനം ഖുർആനിൽ പറയുന്നു, അങ്ങനെ നാം നിങ്ങളെ സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ, യഥാർത്ഥ വിശ്വാസികളാണ് നിങ്ങൾ ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിൽ. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യ പ്രബോധകരും സത്യത്തിലുള്ള പിൻഗാമികളും ആണ് നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചര്യ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ നിങ്ങൾ പിന്തുടർന്നു. നിങ്ങൾ നീതി ന്യായമുള്ള സമുദായമാകുന്നു, ഏറ്റവും നല്ല സമുദായവും ആകുന്നു. നിങ്ങൾ മനുഷ്യകുലത്തിനു മേലെ സാക്ഷി പറയും. 2-ാമത്തെ സൂറത്ത് 143-ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന സകല ആദം അലൈഹി ഇസ്ലാം തൊട്ട് ഈസാ അലൈഹി ഇസ്ലാം വരെയുള്ള ആളുകൾക്ക് എതിരിൽ അല്ലെങ്കിൽ അവരുടെ മുസ്ലിങ്ങളുടെ സഹായത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾക്കെതിരിൽ നമ്മൾ സാക്ഷി പറയും. കാരണം അവരെ പറ്റിയൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി വന്നിരുന്നു എന്നും നൂഹ് അവരെ ഇസ്ലാമിലേക്ക് വിളിച്ചു. സൂറത്ത് നൂഹ് തന്നെയുണ്ട്, അതിൽ നിറച്ചത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കതെല്ലാം അറിയാം. വിളിച്ചു, എന്നിട്ട് അവർ കേട്ടില്ല, കൊന്നു കളയുമെന്ന് പറഞ്ഞു. അവസാനം മഴ പെയ്തു, കയറാൻ പറഞ്ഞു, കയറിയില്ല, വെള്ളം പൊങ്ങി, ഒക്കെ ചത്തുപോയി. അപ്പോൾ അതെല്ലാം നമുക്കറിയാം. നമ്മൾ ഇതിനു മുമ്പുള്ള സകല സമുദായങ്ങൾക്കും എതിരിലോ അനുകൂലമായിട്ടോ സാക്ഷി നിൽക്കും. അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഭയങ്കര സ്ഥാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സഈദിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജിഉ നൂഹൻ വഉമ്മതുഹു ഫയഖൂലുല്ലാഹു തആല ഹൽ ബല്ലഗ്ത ഫയഖൂലു നഅം ഹൈ റബ്ബി ഫയഖൂലു ലി ഉമ്മതിഹി ഹൽ ബല്ലഗാകും ഫയഖൂലുന ലാ മാ ജാഅന മിൻ നബിയ്യി فيقول لنوح من يشهد لك فيقول محمد صلى الله عليه وسلم وأمته فتشهد أنه قد بلغ وهو قوله جل ذكره وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. അൽ-ബഖറ 143. അൽ വസത്തുൽ അദ്ൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. ഒരു സദ്യ ആയിരുന്നു, ആട്ടിറച്ചി വേവിച്ച് അതിൻ്റെ ഒരു കൈ, തോള് മുതൽ ഉള്ള കൈ മുഴുവൻ വേവിച്ച് അങ്ങനെ വയ്ക്കുന്നത്. അതിന് അറബികളുടെ ഒക്കെ രീതിയാണ്, ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചു. അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായി. അതിൽ നിന്ന് ഒരു പിടി അല്ലെങ്കിൽ ഒരു വാ നിറച്ച് അദ്ദേഹം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനായിരിക്കും ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ആളുകളുടെ നേതാവ്. നിങ്ങൾക്കറിയാമോ അള്ളാഹു എങ്ങനെയാണ് ആദ്യത്തിലുള്ളവരെയും അവസാനത്തിലുള്ളവരെയും ഒരുമിച്ച് കൂട്ടുക എന്ന്? അതായത് ആദം അലൈഹി ഇസ്ലാം തൊട്ട് ലോകാവസാനത്തിലുള്ള വരുന്ന മനുഷ്യരെ വരെ ഒരുമിച്ച് കൂട്ടുന്നത്, അതും എല്ലാത്തിനെയും ഒറ്റ നിരപ്പായ ഭൂമിയിൽ.
അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ നോക്കിയാൽ എല്ലാവരെയും കാണാം. അങ്ങനത്തെ എന്തോ പ്രത്യേകമായ ഭൂപ്രകൃതിയാണ്. നമുക്കത് മനസ്സിലാവില്ല. പരന്ന ഭൂമിയാണ്, ചെമ്പ് തേട് പോലെ അടിച്ചു പരത്തും എന്നൊക്കെ പറഞ്ഞു. ആദം സന്തതികൾക്ക് എവിടെയാണോ ഉയർത്തെഴുന്നേൽക്കുന്നത് അവിടെ നിൽക്കാൻ മാത്രം 2 കാലി ചോട്ടാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ. അത്ര തിക്കും തിരക്കുമായിരിക്കും. നല്ല തിരക്കുള്ള ബസ്സിൽ കയറിയൊരു അവസ്ഥ ആലോചിച്ചാൽ മതി. കാല് പറിച്ച് മാറ്റി വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഒന്നൊരാൾ നോക്കിയാൽ എല്ലാവരെയും കാണാം. അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേക രീതി. ഭൂമിയിൽ അത് പറ്റില്ല. കാരണം എത്ര നിരപ്പുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നാലും ഒരു 5-10 ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തോ പ്രത്യേകതയുള്ള ഒരു ഭൂമിയിലാണ് അല്ലെങ്കിൽ ലോകത്തിലാണ് മഹ്ശറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആര് അവിടെ എന്ത് വിളിച്ച് പറഞ്ഞാലും അനൗൺസ്മെൻറ്റ് ചെയ്താലും അവിടെയുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും. സൂര്യൻ അവരുടെ അടുത്തേക്ക് വരും. ഇതിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ 1 മൈൽ ദൂരത്തിൽ വരും എന്നാണ് അറബിയിൽ പറഞ്ഞിരിക്കുന്നത്. മീൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീൽ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മൈലാണ്, അതായത് 1.6 കിലോമീറ്റർ. അതല്ലെങ്കിൽ സുറുമ എഴുതുന്ന കോല്, സുറുമക്കോല്, 1.5 അടി നീളമുള്ളൊരു സാധനം, പേന പോലത്തെ ഒരു സാധനമായിട്ട് കൂട്ടിയാൽ മതി. ഇത്രയും അടുത്ത് സൂര്യൻ വരും എന്നാണ് പറയുന്നത്. സൂര്യന് ഇത്ര അധികം ഈ പറയുന്ന പോലത്തെ കോടാനുകൂടി ടെമ്പറേച്ചറൊക്കെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ സൂര്യൻ ഈ പറയുന്ന ചൂടൊന്നും ഇല്ല. സൂര്യൻ ഇത്ര പറയുന്ന ദൂരെയൊന്നും അല്ല ഇരിക്കുന്നത്. 8 മിനിറ്റ് വേണം പ്രകാശം ഇവിടെ വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ശാസ്ത്രം എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുക, അതേ വഴിയുള്ളൂ. വേറെ പോയി നോക്കാനൊന്നും വഴിയില്ല, നമുക്കതിനുള്ള കഴിവില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. പക്ഷേ ഈ സൂര്യൻ ഇത്ര അടുത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ മനുഷ്യർ എങ്ങനെ നിൽക്കും എന്നുകൂടെ ആലോചിക്കുക. അപ്പോൾ അതായത് സൂര്യന് ഈ പറയുന്ന ചൂടൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് ആളുകൾ പറയും, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ എന്തവസ്ഥയിലായിരുന്നു നേരത്തെ, ഇപ്പോൾ എന്തവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന്. അതായത് നമ്മൾ വളരെ മോശമായ അവസ്ഥയിലാണല്ലോ. ഭൂമിയിൽ നമ്മൾ വലിയ രാജാക്കന്മാരും നേതാക്കന്മാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ശുപാർശ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, രക്ഷിതാവിനോട് റബ്ബിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാം നമുക്ക്. നമുക്ക് നോക്ക്, നിങ്ങളെന്താ നോക്കാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് ആളുകൾ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും പോയി നമ്മുടെ പിതാവായ ആദമിനോട് പറയൂ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും, പറയും. എന്നിട്ട്, അല്ലയോ ആദമേ, നിങ്ങൾ മനുഷ്യകുലത്തിൻ്റെ പിതാവാകുന്നു. അള്ളാഹു നിങ്ങളെ സ്വന്തം കൈകൊണ്ടാണ് സൃഷ്ടിച്ചത്. നിന്നിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവിനെ ഊതി, അത് അവൻ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു, അല്ലെങ്കിൽ നിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ആത്മാവിനെയാണ് ഊതിയത്. എന്നിട്ട് മലക്കുകളോട് നിനക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അതായത് നിനക്ക് മലക്കുകളെക്കാൾ വലിയ സ്ഥാനം നൽകി. അവർ അത് ചെയ്തു. നിന്നെ അവൻ സ്വർഗത്തിൽ ജീവിക്കാൻ അനുവദിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിതാവിനോട് ശുപാർശ ചെയ്യുമോ? നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട അവസ്ഥയിൽ ആകുന്നു എന്ന്, എന്ത് അവസ്ഥയിൽ നിന്ന് എന്തവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുകയാണ്. അതായത് അവിടെ ചൂടുണ്ടാവും. അപ്പോൾ പാപം ചെയ്തതിനനുസരിച്ച് വേർപ്പിൽ കുളിച്ച് നിൽക്കുന്നുണ്ടാവും. നമുക്കറിയാം, ചിലരുടെ കാൽപാദം, കണങ്കാല്, മുട്ട്, അര, നെഞ്ച്, കഴുത്ത്, ചിലർ വേർപ്പിൽ മുങ്ങിപ്പോവും. അപ്പോൾ അതായത് അവിടെ ഒരു കുറ്റി പോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നമ്മളൊരു ബാരലിൽ എടുത്ത് വച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. കാരണം അപ്പുറത്തുള്ള ആൾ തെറ്റ് ചെയ്യാത്തതാണെങ്കിൽ അയാളെ വേർപ്പിൽ മുക്കാൻ പറ്റില്ല, അയാൾ വേർപ്പില്ലാതെ നിൽക്കേണ്ടി വരും. അപ്പോൾ അയാളൊരു വേറെ ബബിൾ പോലെ എന്തെങ്കിലും, നമ്മൾ വേറൊരു ലോകം, അല്ലെങ്കിൽ ഒരു കുഞ്ഞി ലോകം, അതിൽ മുങ്ങിക്കിടക്കുന്നു. അതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ആദം മറുപടി പറയും, എൻ്റെ രക്ഷിതാവ് ഇന്നേ ദിവസം ഭയങ്കര ദേഷ്യത്തിലാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര അധികം ദേഷ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇനിയൊരിക്കലും അള്ളാഹു ഇത്ര ദേഷ്യത്തിൽ ആവാൻ പോകുന്നില്ല. കാരണം ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും അള്ളാഹു എന്ന് പറയുന്നത്. കാരണം എല്ലാവരും പോയി ഉള്ള ശിർക്ക് മുഴുവൻ ചെയ്ത് അന്യ സാധനങ്ങളെയും കാക്കേനെയും പൂച്ചനെയൊക്കെ ആരാധിച്ച് കുളവാക്കി വച്ചിരിക്കുകയാണ്. അള്ളാഹു അവിടെ ദേഷ്യത്തോടു കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാം പറയുകയാണ്, ഇങ്ങനെ ഒരു ദേഷ്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവാനും പോണില്ല. അതുകൊണ്ട് ഞാനില്ല. കാരണം എന്നോട് വിലക്കപ്പെട്ട ഒരു മരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവനെ അനുസരിച്ചില്ല. അതുകൊണ്ട് നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ, അതായത് എന്നെ വിട്ടേക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നഫ്സി നഫ്സി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അറബി പ്രയോഗമാണ്. എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും മലയാളത്തിൽ അതിനെ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടേ, എനിക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി പൊക്കോട്ടെ, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അത് നിങ്ങൾ വേറെ ആരെങ്കിലും അടുത്തേക്ക് പോകും, ഒരു പക്ഷേ നൂഹിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറയും. അങ്ങനെ അവർ നൂഹിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയും, നൂഹേ, നീയാണ്
അള്ളാഹു ഞങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാരിലെ ആദ്യത്തെ റസൂൽ, അതായത് ആദം അലൈഹിസ്സലാം കഴിഞ്ഞാൽ പിന്നെ കിതാബ് ഇറങ്ങിയത് അവിടെയാണ്. മനുഷ്യകുലത്തിലേക്ക് വന്ന റസൂൽ എന്ന് പറയുന്നത് ആദ്യം ആദം അലൈഹിസ്സലാം തൊട്ട് ഷീത്ത്, ഇദ്രീസ് ഇതുവരെയൊക്കെയുള്ള പ്രവാചകന്മാരുടെ സമയത്ത് എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, ശിർക്കില്ലായിരുന്നു. അപ്പോൾ അവർ വന്നത് ഒരു പ്രത്യേകതരം നമ്മുടെയൊക്കെ സഹോദര മതസ്ഥരായ ഇപ്പോൾ ഹിന്ദുക്കളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ത്രേതാ യുഗം, ദ്വാപര യുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ യുഗത്തിലൊക്കെ താമസിച്ച് ദേവതുല്യരായ മനുഷ്യരാണെന്നാണ് പറയുന്നത്. പിന്നീടുള്ള യുഗത്തിലേക്ക് വരുമ്പോൾ കുറച്ച് മോശം ആൾക്കാർ, പിന്നെ കുറച്ച് മോശം ആൾക്കാർ, അതുപോലെ കലിയുഗം ആകുമ്പോഴത്തേക്കും കച്ചറ ആൾക്കാർ. അതാണ് ഇപ്പോഴത്തെ യുഗം അവരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ ആദ്യത്തെ 10 തലമുറകൾ അതല്ലെങ്കിൽ 10,000 കൊല്ലം ഉള്ള സമയം ഉള്ളവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്ന നബിമാരൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റിയല്ലേ, കൂടുതൽ നിസ്കരിക്കുക, കൂടുതൽ നോമ്പ് പിടിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം വന്ന നബിമാരായിരുന്നു. പക്ഷെ നൂഹ് അലൈഹിസ്സലാം വന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, വിഗ്രഹാരാധന അല്ലെങ്കിൽ ദൈവാരാധന ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അത് മനുഷ്യകുലത്തിലേക്ക് വന്ന റസൂലന്മാരിൽ ആദ്യത്തെ റസൂല് താങ്കളാകുന്നു ഭൂമിയിലേക്ക് വന്നതിൽ. മാത്രമല്ല നിങ്ങളെ അള്ളാഹു നന്ദിയുള്ള അടിമ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനപ്പേരും തന്നുണ്ട്. ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ദയനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾ ഉള്ളത്, ഞങ്ങൾ എന്താവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് പോയി ശുപാർശ ചെയ്യുമോ എന്ന് ചോദിക്കും. നൂഹ് പറയും, ഇന്ന് എൻ്റെ രക്ഷിതാവ് ഭയങ്കര ദേഷ്യത്തിലാണ്, ഇതിനു മുമ്പൊരിക്കലും അവൻ ഇത്രയും ദേഷ്യത്തിൽ ആയിട്ടില്ല, ഇതിന് ശേഷവും അവനൊരിക്കലും ഇത്രയും ദേഷ്യപ്പെടുകയില്ല. എന്നിട്ട് നഫ്സി നഫ്സി എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകും. എന്നിട്ട് പറയും, നിങ്ങൾ ഏതെങ്കിലും വേറെ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവരെൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ പോയി സുജൂദ് ചെയ്യും. എത്ര നാളെന്നും നമുക്കറിയില്ല, കൊല്ലങ്ങളാണോ പതിറ്റാണ്ടുകളാണോ സംവത്സരങ്ങളാണോ, ഏതായാലും സുജൂദി കിടക്കുകയാണ്. അള്ളാഹുക്ക് തോന്നുമ്പോൾ അള്ളാഹു പറയും, മുഹമ്മദെ എഴുന്നേക്കൂ, തല ഉയർത്തൂ, ശുപാർശ ചെയ്തോളൂ, നിന്റെ ശുപാർശ നാം സ്വീകരിക്കും, ചോദിച്ചോളൂ, നീ എന്ത് ചോദിച്ചാലും നാം. 9-ാമത്തെ വാല്യത്തിൽ 7440 ഇത് ആവർത്തിക്കുന്നുണ്ട്. റസൂലിൻ്റെ ശുപാർശ കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദഅവത്തിൻ ഫറുഫിഅത് ഇലൈഹി ദിറാഉ വകാനത് തുഅജിബുഹു ഫനഹസ മിൻഹാ നഹസതൻ വഖാല അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ ഹൽ തദ്റൂന ബിമൻ യജ്മഉ അല്ലാഹു അൽ-അവ്വലീന വൽ ആഖിരീന ഫീ സ്വഈദിൻ വാഹിദിൻ ഫയുബ്സിറുഹുമുൻ നാളിറു വയുസ്മിഉ الداعي وتدنو منهم الشمس فيقول بعض الناس ألا أرون إلى ما أنتم فيه إلى ما بلغكم لا تنظرون إلا من يشفع لكم إلى أبكم فيقول بعض الناس أبوكم آدم فيأتونه فيقولون يا آدم أنت أبو البشر خلقك الله بيده ونفخ فيك من روحه وأمر الملائكة فسجدوا لك وأسكنك الجنة ألا تشفع لنا إلى ربك ألا ترى ما نحن فيه وما بلغنا فيقول ربي غضب غضبا لم يغضب قبله مثله ولا يغضب بعده مثله ونهاني عن الشجرة فعصيت نفسي نفسي اذهبوا إلى غيري اذهبوا إلى نوح فيأتون نوحا فيقولون يا نوح أنت أول الرسل إلى أهل الأرض وسماك الله عبدا شكورا إما ترى إلي ما نحن فيه ألا ترى إلا ما بلغنا ألا تشفع لنا إلى ربك فيقول ربي غضب اليوم غضبا لم يغضب قبله مثله ولا يغضب بعده مثله نفسي نفسي يأتوا النبي صلى الله عليه وسلم فيأتوني فاسجدوا تحت العرش فيقول يا محمد ارفع رأسك واشفى تشفع وسل تعطى അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ആയത്ത് ഓതി സാധാരണ ഓതാറുള്ള രീതിയിൽ. ഫഹൽ മിൻ മുദ്ദക്കിർ 54 സൂറത്ത് 15-ാമത്തെ ആയത്ത്. عن عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم قرأ فهل من مدكر القمر 15 مثل قرائه العامة
അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.